ഹായ് ഫ്രണ്ട്സ്, കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാദിഷ്ടമായ ഒരു വെണ്ടയ്ക്ക അച്ചാറാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായി അരിയുക. അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കറിവേപ്പില 3 തണ്ട്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കടുക് ആവശ്യത്തിന്, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്കിട്ട് വറുത്ത് കോരുക. ഞാനിവിടെ 2 തവണയായിട്ടാണ് വെണ്ടയ്ക്ക വറുത്ത് കോരുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. പാകമായ വെണ്ടയ്ക്ക കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ എണ്ണയിൽ തന്നെ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ചേർക്കാം. അതിലേക്ക് എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു ചേർക്കാം. ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ശേഷം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ബാക്കി പൊടികൾ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി ഇവ ചേർക്കാം. 2 സ്പൂൺ വിനാഗിരി ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്തിളക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അല്പം കായപ്പൊടി ചേർക്കുക. ഉപ്പും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാനായി അല്പം പഞ്ചസാര ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. രുചികരമായ വെണ്ടയ്ക്ക അച്ചാർ ഇവിടെ റെഡിയായിരിക്കുന്നു. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.